മറവി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണല്ലേ. നമ്മളെല്ലാവരും പല കാര്യങ്ങളും മറക്കാറുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഈ ഒരു മെയിൻ കാറ്റഗറീസ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് നമുക്ക് നോക്കിയാലോ. റിട്രീവൽ ഫെയിലിയർ. റിട്രീവൽ ഫെയിലിയറിനെ ടങ് ടിപ്പിങ്ങുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ പല കാര്യങ്ങളും നമുക്കറിയാമായിരിക്കും, പക്ഷേ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട്, അതായത് ഇനിയൊരു കാര്യം അറിയാമോ എന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, അയ്യോ എൻ്റെ നാക്കിന് തുമ്പത്തുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഇതിനെയാണ് റിട്രീവൽ ഫെയിലിയർ എന്ന് പറയുന്നത്. DK. നമ്മൾ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ സമയത്തിനനുസരിച്ച് അത് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ഫോർഗെറ്റിംഗ് ആണ് DK. ഇൻ്റർഫറൻസ്. പുതിയതായി പഠിച്ച ഒരു ഇൻഫോർമേഷൻ പഴയ ഒരു മെമ്മറീനെ ബാധിക്കുകയോ അല്ലെങ്കിൽ പഴയ ഒരു ഇൻഫോർമേഷൻ പുതിയൊരു മെമ്മറീനെ ബാധിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. മോട്ടിവേറ്റഡ് ഫോർ. നമുക്ക് പെയിൻഫുൾ ആയിട്ട് കുറച്ച് മെമ്മറീസ് ഒക്കെ ലൈഫിൽ ഉണ്ടാവാറില്ലേ. അങ്ങനെയുള്ള മെമ്മറീസും പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു മെമ്മറീസും ഒക്കെ നമ്മൾ കോൺഷ്യസ്ലി അൺകോൺഷ്യസ് മെമ്മറിയിലോട്ട് തള്ളിവിടാൻ നോക്കുന്നു. നമ്മളതിനെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ മറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എൻകോഡിങ് ഫെയിലിയർ. ഒരു ഇൻഫോർമേഷൻ അതിൻ്റെ ലോങ് ടൈം മെമ്മറിയിലോട്ട് പാസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ആവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അറ്റൻഷൻ അതിന് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റിലവൻസ് അതിനുണ്ടായിരിക്കണം. ഈ എൻകോഡിങ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ലോങ് ടൈം മെമ്മറിയിലോട്ട് പോകാൻ മാത്രമുള്ള അറ്റൻഷനോ റിലവൻസോ അതിന് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഫോർഗെറ്റിങ്ങിനെയാണ് എൻകോഡിങ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ കാറ്റഗറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.